പൊള്ളുമ്പോൾ എന്തായാലും ഒക്കെ തേക്കുക, പേസ്റ്റ് തേക്കുക തുടങ്ങിയ കലാപരിപാടി എല്ലാവരും ചെയ്യാറുള്ളതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയാണോ ചെയ്യേണ്ടത്? പൊള്ളലിനുള്ള ചികിത്സയെക്കുറിച്ചാണ് ഇന്നത്തെ ഫാമിലി ഡോക്ടർ. കൊച്ചി VPS ലേക്ഷർ ഹോസ്പിറ്റലിലെ പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ രോഹിത് എസ് ആണ് സംസാരിക്കുന്നത്. ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ VPS ലേക്ഷർ. പൊള്ളലേൽക്കുമ്പോഴുള്ള പ്രാഥമിക ചികിത്സയെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. വീട്ടിലോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലത്തോ വച്ച് ഒരാൾക്ക് പൊള്ളലേൽക്കുമ്പോൾ എന്താണ് ആദ്യം ചെയ്യേണ്ടതെന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. പണ്ടത്തെ ആൾക്കാരുടെ ഇതിൽ നമ്മൾ തേനോ അല്ലെങ്കിൽ അരിമാവോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തേടി കണ്ടുപിടിച്ചാണ് അതാണ് ആദ്യം പുരട്ടുന്നത്. പക്ഷേ ഒരു വ്യക്തിക്ക് പൊള്ളലേറ്റ് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നല്ല വെള്ളത്തിൽ നല്ലപോലെ കഴുകുക എന്നുള്ളതാണ്. അത് വീട്ടിലുള്ള തന്നെ ഷവറിലോ അല്ലെങ്കിൽ ബക്കറ്റിൽ പൈപ്പിൽ വരുന്ന വെള്ളത്തിൽ നല്ലപോലെ കഴുകുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ പൊള്ളലേറ്റ ഭാഗത്തുള്ള മുറിവിൻ്റെ ആഴം ഒരുപാട് കൂടാതിരിക്കാൻ സഹായിക്കും. അറ്റ് ദ സെയിം ടൈം ആ മുറിവ് വൃത്തിയാവാനും സഹായിക്കും. അപ്പോൾ ഇങ്ങനൊരു പൊള്ളലേൽക്കുമ്പോൾ നമ്മൾ അടുക്കളയിലേക്ക് ഓടി അവിടെ നിന്നുള്ള കാര്യങ്ങൾ റെഡിയാക്കാനോ ടൂത്ത് പേസ്റ്റ് തേടി പോകാനോ അങ്ങനെയൊന്നും പോകേണ്ട കാര്യമില്ല. ഡയറക്റ്റ്ലി അപ്പം തന്നെ പച്ചവെള്ളം ഒഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഐസ് വാട്ടർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നിൻ്റെ ആവശ്യമില്ല. ടാപ്പ് വാട്ടറിൻ്റെ ഉള്ളിൽ നമ്മൾ കൈയോ കാലോ പിടിച്ചു കഴിഞ്ഞാൽ ധാരാളം മതിയാവും. കിച്ചണിലോ മറ്റോ വർക്ക് ചെയ്യുമ്പോൾ കൈ പൊള്ളി കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ഒരു റണ്ണിങ് ടാപ്പ് വാട്ടറിൻ്റെ താഴെ കൈ പിടിക്കുക എന്നുള്ളതാണ്. ആ കൈ പിടിച്ചു കഴിഞ്ഞത് നമ്മുടെ ആ പൊള്ളലിൻ്റേതായിട്ടുള്ള വേദന കുറയുന്നത് വരെ ആ ടാപ്പ് വാട്ടറിൻ്റെ താഴെ കൈ പിടിക്കുക. അപ്പോൾ മുറിവിൻ്റെ ആഴം കുറയാനായിട്ട് സഹായിക്കും. അതിനുശേഷം ഉള്ള മുറിവിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട് നമുക്ക് ഫർദർ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യാൻ പറ്റും. ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ VPS ലേക്ഷർ.